വളരെ ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഈ ഡയലോഗിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെയും തകർത്തെറിയുന്ന മമ്മൂട്ടി എന്ന നായക നടന്റെ പ്രകടനമാണ് കണ്ടത്. കൊടുമൺ പോറ്റിയുടെ പകർന്നാട്ടം കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു, ഇതിനു മുകളിൽ നിൽക്കുന്ന പ്രകടനം അസാധ്യമെന്ന്. കൃത്യം ഒരു വർഷത്തിനുപുറം ഒരു നെവർ സീൻ ബിഫോർ കഥാപാത്രവുമായി അയാൾ വീണ്ടും എത്തുകയാണ്. കളങ്കാവൻ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഇതൊരു സാധാരണ ചിത്രമായിരിക്കില്ല എന്നും മമ്മൂട്ടിയുടെ ഇന്നുവരെ കാണാത്ത വിധമുള്ള ഒരു കഥാപാത്രത്തെ സിനിമയിൽ പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിനായകനാണ് ഈ സിനിമയുടെ നായകനെന്നും മമ്മൂട്ടിയുടേത് ഒരു വില്ലൻ കഥാപാത്രമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. പിന്നാലെ രാജ്യത്ത് നൽകിയ സയനൈഡ് മോഹന്റെ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നതെന്നും സയനൈഡ് മോഹനായ അതും മമ്മൂട്ടി എത്തുക എന്നും OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 20ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളികയെന്ന വ്യാജേന സയനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന് കുപ്രസിദ്ധനായ വ്യക്തിയാണ് സയനൈഡ് മോഹൻ. ഇയാളുടെ ജീവിതം പശ്ചാത്തലമാക്കി ഇതിനു മുന്നേയും സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ട്.